പാലക്കാട് കോങ്ങാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കുന്നു. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, കഴിഞ്ഞ ദിവസം വേലയ്ക്കിടയിലും ആന ഇടഞ്ഞിരുന്നു. കനത്ത ചൂടാണ്, അതിനിടയ്ക്കുണ്ടായ സംഭവമാണെന്ന് കരുതണം. പാപ്പാനെ ചവിട്ടിക്കൊന്നിരിക്കുന്നു ആന. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഇന്ന് രാവിലെ തടുക്കശ്ശേരി മേഖലയിൽ ഈ നാഗൻകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് പകൽ ശിവേലി നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തെക്കും ഭാഗം ദേശം എഴുന്നള്ളിച്ച ഈ കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആന ഇടഞ്ഞത്. പെട്ടെന്ന് തന്നെ പരിസരത്തെ വീടുകളിലേക്കെല്ലാം ഈ ആന ഓടിക്കയറുന്നു. ആനയെ തളയ്ക്കാൻ വേണ്ടി എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പാപ്പാനായിട്ടുള്ള രാമനെ ഈ ആന ചവിട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഉടൻ തന്നെ രാമനെ പത്തിരിപ്പാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. അവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെ രാമന്റെ ജീവൻ നഷ്ടമായിരുന്നു. നിലവിൽ രാമന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെന്മറ അല്ലെങ്കിൽ വേല നടക്കുന്ന സമയത്തും സമാന രീതിയിൽ ഈ ആന വിരണ്ടോടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പകൽ സമയത്ത് കനത്ത ചൂടാണ് പാലക്കാട് ജില്ലയിൽ. ആ സമയത്ത് ഇത്തരത്തിൽ ഈ ശീവേലിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെ നടത്തുന്നതിനിടയിൽ ആനകൾ വിരണ്ട് ഓടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം പരിശോധിക്കുന്നു. ഇപ്പോഴും ഈ കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. എലിഫന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അവിടെ സമീപത്ത് വീടുകളുണ്ടോ? ആന ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? തളയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ള ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണല്ലോ. സ്മൃതി, തീർച്ചയായും കേരളശ്ശേരി തടുക്കശ്ശേരി മേഖലയിലുള്ള തെക്കും ഭാഗം ദേശമാണ് എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നത്. ഈ പകൽ ശീവേലി മേഖലയിലേക്ക് ഈ ആനയെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആന വിരണ്ടോടിയത്. സമീപത്ത് ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് വലിയ ജനവാസ മേഖലയാണ്. അവിടുത്തെ വീടുകളിലേക്ക് ഈ ആന കയറിയതാണ്. പെട്ടെന്ന് പാപ്പാന്മാർ ആനയെ തടയാൻ വേണ്ടി അടുത്തേക്ക് പോയത്. ഈ സമയത്താണ് ആനയുടെ പാപ്പനായിട്ടുള്ള രാമന് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. രാമനെ ആന ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ്. ഇക്ബാൽ, അവിടുത്തെ ഒരു സാഹചര്യം ഒന്നുകൂടി വിശദീകരിക്കാമോ? ഇപ്പോൾ പാപ്പാനെ ചവിട്ടിക്കൊന്ന ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആശങ്ക ഉണ്ടാക്കുകയാണല്ലോ. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം? സ്മൃതി, അതായത് നിലവിൽ ഇപ്പോഴും ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. എലിഫന്റ് സ്ക്വാഡും അതുപോലെ തന്നെ പാപ്പാന്മാരുടെയും നേതൃത്വത്തിലാണ് ഈ ശ്രമം തുടരുകയും ചെയ്യുന്നത്. കാരണം ജനവാസ മേഖലയാണ്. അവിടെ ഇനിയും ഈ ആന ഇത്തരത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മേഖലയിലേക്ക് മാറി അപകടങ്ങൾ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. അവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല എലിഫന്റ് സ്ക്വാഡിൻ്റെ വലിയൊരു സംഘത്തെ തന്നെ ആ മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തു. അരമണിക്കൂറായി ഇത്തരത്തിലൊരു പ്രശ്നം ആ മേഖലയിൽ ആരംഭിച്ചിട്ട് ഇപ്പോഴും ആ പ്രതിസന്ധി മറികടക്കാൻ സാധിച്ചില്ല. എത്രയും പെട്ടെന്ന് ആനയെ തളയ്ക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും അതുപോലെ തന്നെ പോലീസും എല്ലാം കടന്നിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് രണ്ടാം തവണയാണ് ഈ അടുത്ത മുൻപ് ഒരു ഉത്സവത്തിലും നെന്മാറ വേലയ്ക്കിടയിലും ആന ഇടഞ്ഞിരുന്നു. ഇപ്പോൾ പാലക്കാട് കോങ്ങാട് ഉത്സവത്തിനിടെയാണ് കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആന ഇടഞ്ഞിരിക്കുന്നത്. ആന പാപ്പാനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തിരിക്കുന്നു. കനത്ത ചൂടിലാണ് ഈ ഉത്സവം നടക്കുന്നത്. അവിടെയാണ് ഈ ആന എഴുന്നള്ളിപ്പുണ്ടാകുന്നത്. ഇത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പാലിച്ച ശേഷമാണോ ആനയെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളും ആനയെ പരിശോധിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ അവിടെ നിൽക്കുകയാണ്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്തത്.